ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള രണ്ടാം ഘട്ട പരിശോധന പുരോഗമിക്കുന്നു. നേത്രാവതി പുഴയിലെ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള പോയിന്റ് 11-ലാണ് ഇന്നത്തെ പരിശോധന. വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, പരിശോധന ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിര 11 മണിയോട് കൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളിയെ സ്നാനഘട്ടയിലെത്തിച്ചു. പ്രാഥമികമായി ഇവിടുത്തെ നിരവധി പ്രദേശങ്ങൾ ശുചീകരണ തൊഴിലാളിയെ എത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് പോയിന്റ് നമ്പർ 11-ലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. മറ്റ് 7 പോയിന്റുകൾ, അതായത് 1 മുതൽ 7 വരെയുള്ള പോയിന്റുകൾ ഈ പുഴയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന വലിയ പ്രയാസം നേരിടുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. കാരണം ഇത്തരത്തിൽ കുഴി കുഴിക്കുമ്പോൾ വലിയ രീതിയിൽ ഈ കുഴികളിലേക്ക് വെള്ളം നിറയുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വെള്ളം നിറയുന്നതിനാൽ തന്നെ ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അത് ഫലപ്രദമല്ല എന്നും അന്വേഷണ സംഘം വിലയിരുത്തും. അതിനുശേഷമാണ് വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്താൻ ഇന്നലെ പ്രത്യേക അന്വേഷണം തീരുമാനിച്ചത്. അതനുസരിച്ച് ഇന്ന് 11-ാം നമ്പറിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. മാധ്യമപ്രവർത്തകരെ അടക്കം ഈ പ്രദേശത്തേക്ക് വിലക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഫോറസ്റ്റിനുള്ളിൽ തന്നെയാണ് ഈ പ്രദേശം എന്നുള്ളത് കൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയാണ് അന്വേഷണ സംഘം ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ പ്രധാന കാരണമായി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോട് കൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളിയെ ധർമ്മസ്ഥലയിൽ എത്തിച്ചു. സ്നാനഘട്ടയ്ക്ക് സമീപത്തുള്ള വനപ്രദേശത്തെ 11-ാം നമ്പറിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കൈത്തൂമ്പ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ആവശ്യമെങ്കിൽ ചെറു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ പ്രദേശത്ത് പരിശോധന നടത്താൻ സാധിക്കുക. ശുചീകരണ തൊഴിലാളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് എത്രയും വേഗം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഇന്നലെ നടത്തിയ പരിശോധനയിൽ കാര്യമായ മൃതദേഹ ഭാഗങ്ങളോ മറ്റവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മണ്ണ് നിക്ഷേപം ചെയ്ത ഭാഗത്താണ് ഇന്നലെ പരിശോധന നടത്തിയത്. മാത്രമല്ല കുഴി കുഴിക്കുമ്പോൾ വലിയ രീതിയിൽ വെള്ളം നിറയുന്നതും വലിയ രീതിയിൽ ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ 6:30 കൂടി തന്നെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം ആദ്യഘട്ട തെളിവെടുപ്പ് ഇത്തരത്തിൽ പൂർത്തിയാക്കിയായിരുന്നു. പിന്നീട് ഇന്ന് രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് നടക്കുന്നത്. അതിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. ആദ്യ 13 സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്രമേ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ നായയെ ഉപയോഗിച്ച് പോലീസ് നായ കടാവർ നായയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നും സമാന രീതിയിൽ തന്നെ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ ചിലപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവും ധർമ്മസ്ഥലയിലുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാൽ പോലും പ്രത്യേക അന്വേഷണ സംഘം ഊർജ്ജസ്വലമായി തന്നെ ഈ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങളിലാണുള്ളത്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ശുചീകരണ തൊഴിലാളിക്കും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനുമുള്ളത്. എന്തായാലും മറ്റ് പ്രദേശങ്ങൾ കൂടി ഇതിനുശേഷം ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകും. ഇയാളുടെ വിശദമായ മൊഴി മംഗലാപുരത്ത് നിന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തതുകൊണ്ടാണ് കുഴിച്ചെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിട്ടുള്ളത്. എത്രയും വേഗം ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂർ സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. SITയുടെ പ്രത്യേക സംഘത്തിൽ പെടുന്ന ബാംഗ്ലൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഈ സുരക്ഷ ധർമ്മസ്ഥലയിൽ ഒരുക്കിയിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളുടെ നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളുണ്ട്. ഈ തെളിവുകളുടെ സാധുതയും പരിശോധിക്കുകയാണ്. ഇതിന്റെ കൃത്യതയും പരിശോധിക്കുകയാണ്. ഈ ഭാഗത്തു നിന്ന് ലഭിച്ച മണ്ണിന്റെ സാമ്പിളും തലയോട്ടിയിലുള്ള മണ്ണിന്റെ സാമ്പിളും ഈ കുഴിച്ചെടുത്ത ഭാഗത്തെ മണ്ണിന്റെ സാമ്പിൾ എല്ലാം കൂടി മാച്ച് ചെയ്ത് നോക്കുന്ന നടപടിക്രമങ്ങളാണ് മറുവശത്ത് പുരോഗമിക്കുന്നത്. അതേസമയം SITയുടെ മറ്റൊരു സംഘം ഇത്തരത്തിൽ ഈ കർണാടകയിൽ കാണാതായ തിരോധാന കേസുകളും
ബെൽത്തങ്ങാടിയിലും ധർമ്മസ്ഥലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തിരോധാന കേസുകളും ആത്മഹത്യകളും കൊലപാതകങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് 100% വിശ്വാസത്തിലെടുക്കാം എന്നതാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും MN അനുച്ഛേദം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു. കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷമാണ് തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇന്ന് പുഴയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തി. അതിനനുസരിച്ച് വനപ്രദേശം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ആതിര. ശരി ജോസഫ്, ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള രണ്ടാം ഘട്ട പരിശോധന പുരോഗമിക്കുകയാണ്. നേത്രാവതി പുഴയിലെ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള പോയിന്റ് 11 ഇന്നത്തെ പരിശോധന പുരോഗമിക്കുന്നത്.